ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ നോമ്പുറക്ക് സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക്. കുറച്ച് ലേറ്റ് ആയി, അതേപോലെ തന്നെ കറണ്ട് പോയി. നല്ല ബെസ്റ്റ് ടൈമാണ് ഇത്. എന്താ പറയാ, നമ്മളെ കറണ്ട് വില എത്ര മറ്റേ ബൾബാ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒന്ന് അടുക്കളയിലും ഉണ്ട്. അതെ, അവിടെ വന്നിട്ട് ചെയ്യണം. കാരണം ഉപകാരത്തിൽ പെടുന്ന സാധനങ്ങളൊക്കെ ഇല്ല അമ്മ, ആവശ്യമാണല്ലേ. ആവശ്യമാണ്. അല്ലെങ്കിലേ പുറത്തുനിന്നിട്ട് നോക്കുമ്പോ അടുക്കളയ്ക്ക് പിന്നെ ദൂരി കൊണ്ടോണ്ടി ഗതിയോട് വന്നു. അപ്പൊ പിന്നെ അടുക്കളയ്ക്ക് പിന്നെ ഒന്ന് വാങ്ങി. നല്ല വിലയാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും നിശബ്ദത അല്ലേ. സൗണ്ട് ഒന്നുമില്ല, താഴെ പട്ടിയാളെ സൗണ്ടും അങ്ങനത്തെ ഒക്കെ മാത്രമേ കേൾക്കണേ. ആകെയുള്ള പ്രശ്നം കണ്ടോ കോട്ടുമാമൻ ഇതൊക്കെ നിങ്ങളോട് ഉണ്ടോ ഗൈസ്? ഇത് ഇതേപോലെ ഓരോന്നിങ്ങനെ ചാടും. അപ്പൊ മറ്റേ മുതിരയാണ് കരുതിയിട്ട് നിക്കണ്ട. ഈ ഇതാട്ടോ സാധനം ഇതാക്കണ കാണാത്തവര് കണ്ടോളി. ഇവിടെ ഫുള്ളുണ്ട് ഈ സാധനങ്ങള്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ വരും ഇങ്ങോട്ട്. ആ കോട്ടയമ വരുന്നതിന് മുമ്പ് അവിടെ കൂടി കത്തിയിട്ട് ഇത് കത്തിച്ചാൽ മതി. നമുക്ക് വേഗം തിന്നാം. കറണ്ട് വന്നു ഗൈസ്, കറണ്ട് വന്നു. ഇതാക്കണം അപ്പുറത്തൊക്കെ ലൈറ്റ് എത്തി. കറണ്ട് വന്നു. അപ്പൊ 100 ലൈറ്റ് ഇട്ടിട്ടില്ലേ ഗൈസ്? നമ്മൾ ഇന്നത്തെ സ്പെഷ്യലി എന്താണ്? ചക്കക്കൂട്ടാൻ. ചക്കല്ല, പൂളക്കൂട്ടാൻ. പിന്നെ പൂളിയും ബീഫുണ്ട്. ബീഫും ഉമ്മമാന്റെ സ്പെഷ്യലാണ്. കുട്ടി തിരുത്ത കൈകളെ അത് നോക്കിട്ട് കാര്യമില്ല ഗൈസ്, നമുക്കിതൊക്കെ പണ്ടേ ശീലാണ്. കാരണം എത്ര വട്ടം കോട്ടർമനൊക്കെ ചവച്ചരിച്ച് തിന്നാണ്. ഇപ്പൊ ഉണ്ട് പറഞ്ഞാല് പിന്നെയും ചവച്ചരിച്ച് തിന്നു. അത് അറിയാതെ കുഴപ്പമില്ല, അറിഞ്ഞു കുഴപ്പം. അതെ, കൊറേ സ്ഥലത്തൊന്നും ഇത് ഇല്ല കേട്ടോ. കോട്ടരമ്മ അജ്മല് നാൾ ഇവിടെ വന്നപ്പോ ചോദിച്ചിനി, അവിടെ നീ സാധനം തന്നെ അല്ല, മലപ്പുറത്തൊന്നും ഇതില്ലല്ലോ. ഉണ്ടാവൂടാ, പക്ഷെ അതിന്റെ പേര് വേറെ എന്തൊക്കെ പേരാണ്. ഓൻ ഈ സാധനത്തിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞേ. ഇതിന്റെ പേരെന്ത്? ഈയോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഈയോ ഈറം അങ്ങനെ ഈറോ പേരുണ്ട്. എന്താണത്? മമ്മി ഇരിക്ക്, എവിടുക്കാണ് നീച്ചെടുക്കണേ? അത് മതി അവിടെ നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് അത് തിന്നലേ ഉമ്മമാന്റെ മെയിൻ സ്വഭാവമാണ് കേട്ടോ. ഒരു സാധനം വളമ്പിനോട് തിന്ന് പിന്നെ നീച്ച് പോകും. അതെ, തിന്നു മമ്മ തീൻ തുടങ്ങി ബാക്കി. അപ്പൊ നമ്മളിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അരടേ പൂച്ചവിടെ കിടന്നാണ്ട് ഒച്ചമണി ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ബീഫ് കയ്യിന് അടിച്ചോണോ? ആ ഈ പൂച്ചാണ് ഗൈസ് ഇന്റെ മാന്തിയത്. കൊറച്ചിടും, ആർക്കോ വണ്ടിട്ട് കൊറച്ചിടും. എന്നിട്ട് പേരിന് അല്ലേ ഉണ്ടാക്കിയ മമ്മാനോടോ? അടിപൊളിയാ. എന്നിട്ടോ നോമ്പിനില്ലേ? നോമ്പിന് ആദ്യമായിട്ടോ പൂള. നോമ്പിന് വേണ്ടില്ല. നോമ്പിന് ഫസ്റ്റ് ടൈമാണ് ഞാൻ. നോമ്പിന് മുമ്പൊക്കെ വാങ്ങി തിന്നണന്നല്ലാതെ. നോമ്പിന് ചക്കക്കൂട്ട ചക്കയും പൂളിയും. ചക്ക തിന്നണോടാ? ചക്ക നാളെ നമ്മളിന്നല്ലേ? പൂളക്കൂട്ടാൻ ആരെങ്കിലും കൂട്ടണമെന്നുണ്ടെങ്കിൽ കമന്റ്. പൂച്ച അതൊക്കെ പുറത്തുനിന്ന് വലിഞ്ഞു കയറി വരും. അതാണ് റൂട്ട്. അതാണ്ടോ കള്ള ഈ പൂച്ചകളെ എല്ലാത്തിന്റെ ആരംഭം ആ പോണതാണ്. നടന്നു പോണാണ്. ആ പോണ സാധനമാണ് നടന്നു പോയത്. അതാണ് ഫസ്റ്റ് ഇതിന്റെ തൈ. പിന്നെ ഇങ്ങനെ ഓരോന്ന് വന്നു. പിന്നെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ വന്നതാ. കോട്ടരമ്മ പൊതിഞ്ഞിട്ട് ഇതൊക്കെ ആ കറുത്തതൊക്കെ കാണാൻ കോട്ടരമാളാണ് കേട്ടോ. ഇത് കോട്ടരമാരാക്കാൻ വേണ്ടിട്ടാ നെറ്റ് അടിക്കണേ. ഇത് മുക്ക് കോട്ടരമാളാ. എന്നാ ഇനി എടാ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീട് എടുക്കാം. അതെ ഗൈസ്, നമുക്ക് ഫുഡ് കഴിക്കൽ തുടങ്ങാം. നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാക്കനോട് വടിച്ചു വെച്ച് കേട്ടോ. അമ്മ മതി അമ്മക്ക് എന്ത് ഏത് ഇങ്ങോട്ട് നോക്കി എന്താ അത്ര തോന്നിട്ട് എവിടേക്ക് എത്താനമ്മ? എങ്ങനെ നെഞ്ഞു നൂറുള്ളൂ, കുറച്ച് കൂടുതൽ. അപ്പൊ നേരം ഇതായില്ലേ? നെഞ്ഞു നൂറുന്നോ? അതെന്തേ? ഒന്നുമല്ല, നേരില്ലാത്ത നേരല്ലേ. രാത്രിയൊക്കെ ആയില്ലേ ഇപ്പൊ? മറ്റേ ഇപ്പൊ കൊറേ പൂവ് ഇതിങ്ങനെ കൊറേ ആയില്ലേ പൂളയൊക്കെ തിന്നിട്ട്. ഇപ്പൊക്കെ കിട്ടിയപ്പോ പൂള വാങ്ങിയതാ. അല്ലെങ്കിൽ സാധനം ഒത്തിരി ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടാ നല്ലത്. ഇപ്പൊ ഇന്ന് ഇതാക്കിയതാണ്. ഇന്നൊരു ദിവസം പൂള കൂട്ടാനാക്കിയാലേ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരാള് പർദ്ദ നമുക്ക് കൊടുത്തേച്ചിരുന്നു. ആ പർദ്ദന്റെ സൈസ് എന്താ അടിച്ചാൻ പോയതോ മാറ്റാൻ പോയതോ? വലിപ്പം ഏറെയാണ്. പർദ്ദാനും പറ്റൂല. അപ്പൊ ആ കട പറഞ്ഞു തന്നപ്പോ ആ കടയിലെ ആള് വന്നു. കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി മാറ്റാൻ പറഞ്ഞാണ്ട് മാറ്റാൻ കൊണ്ടുപോയി.
അങ്ങനെ മാറ്റാൻ കൊണ്ടുപോയി വരുന്ന വരവില് പൂള കണ്ടു റോട്ടില്. എന്തേലും കണ്ടാ മതി അപ്പൊ ഒക്കെ പൊറുക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അന്ന് ഉമ്മാനെയും ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല. അന്ന് ഉമ്മ പറഞ്ഞല്ലോ പൂള വാങ്ങണമെന്ന്. ഞങ്ങളിങ്ങനെ പൂള പീടി അങ്ങനെ നോക്കി വരികയാണ്. കണ്ടില്ലെന്ന് ഒന്നും കിട്ടിയില്ല, കണ്ടില്ല. ബീഫും വാങ്ങി വന്നു. ബീഫ് വാങ്ങി വന്നു, പൂള പിന്നെ എപ്പോഴും വാങ്ങി വന്നു. അല്ല ഇന്നൊന്ന് ബീഫും പൂളിയും വാങ്ങി. അന്ന് ബീഫ് നമ്മൾ കഴിച്ചൊന്നുമില്ല. ഒത്തു കിട്ടൂല ഇത് രണ്ടും കൂടി ഒപ്പം. രണ്ടും കൂടി ഒപ്പം കിട്ടൂലല്ലേ പൂളിയും ബീഫും കിട്ടും. അതുകൊണ്ട് കാര്യമായില്ലല്ലോ. ബീഫിലും ബീഫ് തന്നെ വേണ്ട. അതെ. ഇത് ഉമ്മാന്റെ സമൂസ ഏട്ടോ. ഉമ്മ ഉണ്ടാക്കിയ സമൂസയാണ് ഈ ബീഫ് കറിന്റെ ഒപ്പം നമ്മൾ കൂട്ടണത്. ബീഫ് കറിയും സമൂസയും വെറൈറ്റി സാധനം. രസാടാറൊക്കെ ഉമ്മ പത്തിരി മാത്രം ആകുമ്പോ രണ്ടോല്ലേ ഉമ്മ മറ്റേ പഴംപൊരിയും ബീഫും തിന്നണം മാമ. പഴംപൊരി ബീഫും കൂടി. പഴംപൊരിയും ബീഫും കേട്ടിട്ടില്ല? ഞാനത് തിന്നിട്ടില്ല. അങ്ങനെ കേട്ടിക്കണോ? ബീഫ് നല്ല രസം. സെറ്റല്ലേ? ഞാനും തിന്നു നോക്കിയിട്ടില്ല. കൊറേ ആൾക്കാരൊക്കെ പറയുന്നത് നല്ല രസാണെന്നൊക്കെ പറയുന്നുണ്ട്. ബീഫും കൂടി തിന്ന് നോക്കണമെന്നുണ്ട്. ഒരു ദിവസം നമുക്ക് പോട്ടെ മാമ. ഉണ്ടാക്കിയാലും മതിയല്ലോ. ഇവിടെ ഉണ്ടാക്കാനോ? പഴംപൊരി അങ്ങനെയല്ല, ബീഫ് വരട്ടിയ ബീഫില്ലേ, വരട്ടിയ ബീഫും പിന്നെ പഴംപൊരി. അത് നമുക്ക് മരുന്നല്ല ബീഫ്. നമ്മളുണ്ടാക്കിയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊള്ളിക്കൊക്കെ ചിലപ്പോ പറ്റൂല. അത് നോക്കി നമുക്ക് അത് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഈ കറി തന്നെ അത് വെള്ളം ഇല്ലാതെ വരട്ടിയെടുക്കുക. എന്നിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഹോം മെയ്ഡ് ചെയ്യാല്ലേ? അതെ, ഹോം മെയ്ഡ് അമ്മമ്മ നമുക്ക് കറിയിലുണ്ടാക്കിയാലും അങ്ങനെ തന്നെ കാട്ടുന്നത്. അല്ലാതെ ഇപ്പൊ വരട്ട് പറഞ്ഞാല് പ്രത്യേക ഒന്നുമില്ല. ഈ കറിയെ പറ്റിയാല് ബീഫായി, വരട്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൂക്കി പിടിച്ച് 3 സമൂസ ഉണ്ട്. 3 സമൂസ പാത്രം കൊണ്ട് കൊടുത്തത് അവിടെ സഹായിച്ചു. അതെ, എന്നാ നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാം. ഉമ്മയുടെ ഉമ്മ നല്ല ക്ഷീണം പറഞ്ഞിട്ട് കിടക്കാൻ പോയിക്കണം. നിസ്കരിക്കുന്നു ഗൈസ്. നേരത്തെ ഫുഡ് കഴിക്കുമ്പോ സമൂസ. പിന്നെ ഗൈസ് നമുക്ക് നോമ്പ് ഞാകെ ഇനി എത്ര നോമ്പിടും അമ്മ? രണ്ടോ ഒന്നോ രണ്ടോന്നൊക്കെ ഞാൻ നാളെ മറ്റന്നാളൊക്കെ അറിയുള്ളൂ. അതെ, അല്ല പെട്ടെന്ന് ഇപ്പൊ നമുക്ക് മാസം കാണാൻ പറയാൻ പറ്റും. ഇന്നിപ്പോ 26 27 26 ആണോ? 27ാമത്തെ നോമ്പല്ലേ? ഓക്കെ. അതെ ഗൈസ്, അപ്പൊ പിന്നെ ആരും ചട്ടി നോമ്പൊന്നും ആരും നോക്കാൻ നിക്കണ്ട. അപ്പൊ നല്ല മതിയായിരിക്കില്ല നോമ്പൊക്കെ നോറ്റാണ്ട് എല്ലാരും നിന്നോളി അല്ലേ മമ്മ? എന്താണ് ചട്ടി നോമ്പ് നോക്കണതിനെ കുറിച്ച് മമ്മക്ക് എന്താ അഭിപ്രായം? ടൈപ്പില്ലേ എന്താ പൊറുക്കി തിന്നണ്? ഇതാണ് നമ്മള് സബർജില്ലോ നാരങ്ങയും മുന്തിരിയും ഓറഞ്ചും നല്ലത്. അത് മറ്റേതാണത്, മുസമ്പിയാണത്. സബർജില്ല മറ്റേ മാവില്ലേ, ആ സമൂസ ഒട്ടിച്ചിന് മറ്റേ സാധനം. നമുക്ക് എന്താ പരിപാടി? ഇനി വല്യമ്മക്ക് എന്താ പരിപാടി? അതെ, ഇനി എന്താ പരിപാടി? എന്താ പരിപാടി മമ്മക്ക്? എന്നിട്ടെന്താ അത് കടക്കല്ലേ? 7 മണി ആയി കഴിഞ്ഞാൽ മമ്മ തുടങ്ങും അല്ലേ മമ്മ? അങ്ങനൊന്നുമില്ല, ഉറക്കണ വരുമാനം തുടങ്ങും. അതിന് എത്ര നേരത്തെയാണെന്നുണ്ടെങ്കിലും മമ്മ തുടങ്ങും. അത് പിന്നെ മമ്മ ശീലിച്ച് പോയതാണ്. കാരണം പണ്ട് മുതലേ പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കും. എന്നിട്ട് ഒരു നേരം വെറുതെ ഇങ്ങനെ ഒത്തിരിക്കില്ല, പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് കടന്നുറങ്ങും. ആ, ബാക്കിയുള്ള കറി ചൂടാക്കി വെക്കുക പച്ചക്ക്. പൊന്നോ എടാ, ഇതിനുള്ളിൽ കൊണ്ടുവരല്ലേ? ഇത് നോക്കി, പുറത്ത് തോരട്ട ഫാൻ കേട്ടോ. ഡിസൈനല്ല, കോട്ടരമ്മയാണ്. കിടന്ന വണ്ടി കളഞ്ഞ എന്തല്ലേ? ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. കാരണം രാത്രി ആയി കഴിഞ്ഞാണല്ലോ കോട്ടരമാളാണ് വരും. കാരണം ഒന്നാമത് റബ്ബറും തോട്ടല്ലേ ചുറ്റിനും. ഈ മഴക്കാലം വന്നോണ്ടാണ് ഇങ്ങനെ. ചേട്ടാ അവിടെ നോക്കി
ഇതൊക്കെ അതാട്ടോ കോട്ടരമാള്. എന്ത് മാമാ ഇപ്പൊ എല്ലാം നാട്ടിന് മഴ ചെയ്തോണ്ടേ മറ്റേ ഒരു മഴയൊക്കെ പെയ്തു ഇതിപ്പോ ഇഷ്ടം പോലെ മഴ കിട്ടിയില്ലേ ഇങ്ങനെ തെറ്റ് വരിക്കുണ്ടായിരുന്നു. ഇതൊന്നും ഒന്നുമല്ല. പണ്ടത്തെ കാലത്തൊക്കെ എനിക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. കാരണം അന്ന് നമ്മളത് ഓലപ്പേര് ഓലല്ലേ ഓടന്നെയാണ്. ഞങ്ങൾക്കൊക്കെ പണ്ട് ശല്യം ഉണ്ടോ ഈ കോട്ടരമാനെ കൊണ്ട്. കാരണം പറഞ്ഞാൽ ഇഷ്ടം പോലെ ഞങ്ങൾ മാത്രമൊന്നല്ല ഞങ്ങൾ ഈ ഏരിയയിലെ ആൾക്കാർക്കൊക്കെ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റി നിങ്ങൾ കണ്ടില്ലേ. കാരണം ചുറ്റിനും റബ്ബറും തോട്ടമാണ്. 4 വൈക്കും റബ്ബറും തോട്ടങ്ങളാണ്. അപ്പൊ പണ്ട് എങ്ങനെയാണ് ഇമ്മ കോട്ടരമാളൊക്കെ? കോട്ടർമേള എന്താ പേരയൊക്കെ പൊളിച്ചുമ്പോഴേ പിന്നെ വാരിങ്ങാണ്ട് ചാക്ക് കെട്ടിയാണ്ട് വെക്കലാണ് കോട്ടരമാളല്ലേ? അതായത് 10-25 ചാക്ക് നിറച്ചു കോട്ടരമാള്. ഞങ്ങൾ ആ കുന്നുമ്മേ പൊട്ടക്കിണറുണ്ട്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിടും. പിന്നെ എത്ര കത്തിച്ചിക്കണില്ലേ, കൊറേ കത്തിച്ചളി മണ്ണെണ്ണയും പെട്രോളൊക്കെ ഒഴിച്ചിട്ട് കത്തിച്ച് കളയും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചാക്കില് അതായത് ചാക്ക് ഇത്ര വലിപ്പല്ല ഈ സാധനം. ഒരു 10-25 ചാക്ക് എന്നൊക്കെ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ. നിങ്ങൾ കണ്ടില്ലേ? നോണ അറിയാലോ കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചേരം ഇങ്ങനെ വെച്ചപ്പോ ഇപ്പൊ കുറവാണ്. കാരണം പണ്ടത്തെ അത്ര റബ്ബർ തോട്ടം ഇപ്പൊ ഇത്ര ഇല്ല. കോട്ടരമക്കായിട്ട് ചോക്കയാണ്. കോട്ടരമ ഒരാക്കാൻ വേണ്ടി ചോക്ക. ഈ ചോക്ക് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. കത്തിച്ചാ പിന്നെ ഒരു സാധനം തിന്നാൻ കഴിയൂല അല്ലേ? മോന്തിയമ്പൊക്കെ കുട്ടികൾക്ക് മക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കാം. പൈസ ഉണ്ടെങ്കിൽ എല്ലാരും തിന്നല്ലേ. പിന്നെ പിറ്റേന്നൊക്കെ എടുത്തേക്കാൻ പറ്റൂല. എങ്ങനെ പൊതിയൂലേ? ഇതാണ് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറമാണ് ഒരു ലൈറ്റ് നമുക്ക് കത്തിക്കാൻ പറ്റൂല. കോട്ടരമാള് ഇങ്ങനെ ഇത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വരും. പക്ഷെ ഇങ്ങനെ കൊക്ക ഒരു സ്ഥലത്ത് ഇങ്ങനെ കുന്നൂടി ഇങ്ങനെ നടക്കും. അതേപോലെ ഞങ്ങൾ പഠിച്ച ഹോസ്റ്റലില് ഇതേ മൈക്കിന് ഇഷ്ടം പോലെ ഉണ്ടായിനി. ഈ മുക്കിൽ ഇങ്ങനെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നടക്കും. ഈ സാധനങ്ങള് കുന്നൂടി ഇങ്ങനെ നടക്കും. അങ്ങനെയല്ല ഇരിക്കാനും കുഴപ്പമില്ല. ഇതെങ്ങനെ അറിയോ? ചെവിന്റെ ഉള്ളിൽ കയറും, നമ്മുടെ ഫുഡിന്റെ ഉള്ളിൽ കയറും. പിന്നെ ഇത് ഞങ്ങളെ മേത്തേക്ക് എത്ര കാലം പൊള്ളല് എത്തിക്കുന്ന അറിയോ? ഈ സാധനം പൊള്ളും. അതായത് അതിന്റെ മൂട്ടിൽ എന്തോ ഒരു സാധനം വരും. അത് ഇതാക്കിയാണ് പൊള്ളും. ആസിഡ് മൈക്ക് ഇപ്പൊ നമ്മളെ പുളിയറമ്പ് പോലെ അവിടെ പോയിട്ട് കളയാണ്. അവിടെ കൊണ്ട് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ഇങ്ങോട്ട് തന്നെ വരും. ലൈറ്റ് ഓഫ് ആക്കിയിടേ. എത്ര നേരം നമ്മള് ലൈറ്റ് ഓഫ് ആക്കിയിടും അല്ലേ? കൊറേ ആൾക്കാരൊക്കെ ലൈറ്റ് ഓഫ് ആക്കി. എല്ലാരും എന്താ കാട്ടുന്ന അറിയോ? ഒറ്റ ഓഫ് ആക്കല്ലേ ലൈറ്റ്. ഞങ്ങൾ ഇവിടെ ലൈറ്റ് ഇട്ട് വെച്ചു വേണം. എല്ലാം പാടെ ഇങ്ങോട്ട് പാടി വരും. കുന്നിന്റെ മുകളിലല്ലേ ഇതേപോലെ ഇങ്ങനെ വരും. എല്ലാം ഇങ്ങോട്ട് പാടി വരും. കുറവാണ്, എന്നാലും കുറവാണ് ഇപ്പൊ. പണ്ടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോ കുറവാണ്. പണ്ടത്തിന്റെ 100 പണ്ടത്തിന്റെ കണക്കിൽ വെച്ച് 100 ഒരു 5% മാത്രമേ ഇപ്പൊ ഉള്ളൂ. പണ്ടത്തൊക്കെ എത്രങ്ങാനാണില്ലേ? ഇന്റെ ഒക്കെ കുട്ടിക്കാലത്ത് വരെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. കാരണം കുന്നൂടി കിടക്കണേ. എങ്ങനെ വൈകുന്നേരം ആയ വിളക്കരിച്ചാ പിന്നെ തിന്നാൻ പാടില്ല. പട്ടിണി കിടക്കാം. വെക്കാൻ പാടില്ല. എങ്ങനെയും ഈ സാധനത്തിനെ പേടിച്ചിട്ടേ അവസ്ഥയാണ്. നമ്മളിത് എത്ര വട്ടം തൊള്ളന്റെ ഉള്ളിൽ ചമക്കുന്നുണ്ട് അറിയോ? പിന്നെ ചോയ വരുമ്പോഴാണ് നമ്മളറിയാം കോട്ടരമേണെന്ന്. പിന്നെ മറ്റേ കൂട്ടാൻ മറ്റേ കടലമണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട. അറിയും കൂടില്ല. മുദ്രയൊക്കെ ആണെന്നുണ്ടെങ്കില് അല്ലേ മമ്മ? എന്തല്ലേ എന്ത് പഠിച്ചൊരു പടപ്പന്നെയാണല്ലോ പാട്ട്. അതെ പറച്ച അങ്ങോട്ട് കുടുങ്ങിയതാണേ. മൂട്ട കോട്ടർമ ഈറ്റാളാണെങ്കിൽ തിന്നാൻ ആരും വരൂല്ല. പാറ്റാണെങ്കിൽ പല്ലി വരിക. ഈച്ചാളെ പല്ലിക്കും കൂടി മാണ്ട. ഈറ്റാളെ തിന്നൂല. ഇത് പൊള്ളാണ് ഞങ്ങള്. ഇയാള് തിന്നാ പൊള്ളും. എന്നിട്ട് ഞങ്ങളെ പരിപാടി എന്താ അറിയോ? ഞാൻ കാണിച്ചു തരാം. ഒരു കോട്ടർമേനെ പിടിച്ചാ എന്നിട്ട് തല പിടിച്ചാളി അല്ലേ? ക്രിമിനൽ വയലൻസ് വരടാ. ഇത് കാണിക്കാൻ പാടില്ല. അല്ല ഇതിനെ കൊല്ലല് ഇങ്ങനെ തന്നെ. ഇതിനെ തല ഇങ്ങോട്ട് ഒടിച്ച കളിയാ. ഒടിച്ചാണ് കളയും. തലമല്ലാതെ പിടിച്ചു കഴിഞ്ഞാല് ഇത് ആസിഡാണ്. മേത്തൊക്കെ കയറി കഴിഞ്ഞാല് നമ്മളിങ്ങനെ തട്ടൂലേ? ഇങ്ങനെ തട്ടുമ്പോ മേത്തന്നെ പൊള്ളു. അപ്പൊ അതിനെ നാക്കി നമ്മള് പിടിക്കല് ഇതങ്ങനെ. അതായത് ഇങ്ങനെ പിടിച്ചാ ഇങ്ങോട്ട് തല ഇങ്ങനെ ഞൊരണ്ടിന് കളിയാ ഒറ്റയിട്. അങ്ങനെ സിമ്പിൾ പരിപാടി. അതാണ് കൊന്ന് കളയാ. ക്രിമിനൽ മൈൻഡുള്ള ആളാട്ടോ ഗൈസ്. കൊന്നടക്ക. അപ്പൊ നിങ്ങളെ നാട്ടിൽ നിങ്ങൾ പറയണം ഇമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാ. ഇതിനെന്താ നിങ്ങൾ പറയില്ല? പാറി ഒന്നുകൊണ്ട് കുത്തിരിക്ക. ആ വരിയില് ആ വരിയിലുണ്ടല്ലോ ആൾക്കാരൊന്നും നോക്കൂല. ഭയങ്കര കോട്ടർമേവാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഇപ്പൊ ഇല്ലാതൊക്കെ. പണ്ടൊക്കെ എത്ര കാലം ഉണ്ടായിനി. ഇവിടെ ആകെ വരച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. വല്ല കക്കളി എന്നാ പോതി വരച്ച് കളിക്കുന്ന സാധനം പള്ളി വരച്ചിട്ടുണ്ട്. കോട്ടർമേനെ കളയാൻ വേണ്ടിട്ട് കാലൊന്നും ശരിയായപ്പോ കണ്ടില്ലേ പോണോക്ക് ഉണ്ടോ? ഇറങ്ങി നടക്കാം. നിലാവത്ത് കോഴിക്കാൽ ഇറങ്ങി നടക്കണ എന്താ അവിടെ? ഉമ്മാന്റെ റൂമിൽ കയറി ഞാൻ അവിടെ ചെയ്തോണ്ടിരിക്കാണല്ലോ. ഉമ്മാന്റെ റൂമിക്ക് വാ വരി. ഇതൊക്കെ ഇതൊക്കെ എന്തിനാ വെച്ചാ അറിയോ?
ഇട്ടിട്ട് കാണൂടാ കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇതൊക്കെ എന്തിനാ വെച്ച് കഴിഞ്ഞാല് പാമ്പ് കയറും. ഞങ്ങളെ റൂമിക്ക് ഇഷ്ടം പോലെ പാമ്പ് കയറലുണ്ട്. ചോരിപ്പാമ്പ്, മറ്റേപ്പാമ്പ് എല്ലാം ഇവിടെ എല്ലാ സംഭവമാണ് ഈ ചോരിപ്പാമ്പ്. ചോരിപ്പാമ്പ് ഇഷ്ടം പോലെ കയറലുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ മൂലക്ക് വന്നിരിക്കും. മറ്റേ ഡയറക്റ്റ് റൂമിന്റെ ഉള്ളിൽ കയറി പോകും. ഇപ്പൊ 2-4 ദിവസം മുമ്പ് നമ്മൾ മറ്റേത് ക്ലീൻ ചെയ്യണ മറ്റേ വ്ളോഗിൽ കണ്ടില്ലേ പാമ്പിന്റെ തൊലി? ചോരിപ്പാമ്പാണത്. പാമ്പുകളുണ്ട്, ഇഷ്ടംപോലെ പാമ്പുകളാണ്. അത് ഈ മറ്റേ ചോരി കട്ടകെട്ടായോണ്ടാണ്. മറ്റേ ഇവിടെ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ ജനാല ഒരു സൈഡ് മാത്രം ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇതിന്റെ ജനാല അല്ലട്ടോ. പറഞ്ഞുതരാം. താഴത്തെ പേരെ പൊളിച്ചു പണിതപ്പോ ഓലി ഞങ്ങൾക്ക് അതിന്റെ ജനാലിന്റെ പൊളി തന്നു. അത് ഉമ്മാന്റെ ഐഡിയ വെച്ച് ഞങ്ങൾ ഇവിടെ ആണി അടിച്ചു വെച്ചു. ആണി അടിച്ചാൽ സെറ്റാക്കി വെച്ചു. ഐഡിയ ഒക്കെ ഒന്നും വേറെ കിട്ടും പോണ്ട. അവിടെ നിന്ന് കിട്ടും ഐഡിയകളൊക്കെ കിട്ടും. അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ടാങ്കിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ എത്തിക്കാനുള്ള ഐഡിയ കിട്ടും. അതെ, പലതരം ഐഡിയകൾ കിട്ടും. പിന്നെ കണ്ടില്ല ആ സാരി തുമ്പേറ്റ് മറ്റേ പെര താങ്ങി വെച്ചത് അങ്ങനത്തെ പറയാ. എടാ ഇത് നമ്മളെ കോണിയല്ല, താഴത്തെ തോലെ എന്ത് പറഞ്ഞിട്ടാ കൊണ്ടുവന്നേ? ഈ കോണി നാളെ രാവിലെ വെക്കണം. നാളെ രാവിലത്തെ ഞങ്ങളത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പെരന്റെ ചോർച്ചൊക്കെ ഒന്ന് മാറ്റണം. അതിന് വേണ്ടി താഴത്ത് ഞങ്ങൾ ഇന്ന് ഏറ്റി കൊണ്ടുവന്നാണ്. ഇന്ന് എടുക്കാൻ പറ്റിയില്ല, നാളെ നമ്മൾ എടുക്കണേ കാര്യം. അതെ, എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ, നമുക്ക് എന്താ വീഡിയോ അതിന്റെ പേയല്ലേ? വീഡിയോ അതിന്റെ വെക്കാം. അപ്പൊ നിങ്ങൾ അവിടെ ആരെങ്കിലും ഈ സാധനം ഉണ്ടെന്ന് നീ പറയണം കേട്ടോ. എന്താണ് അതിന്റെ പേരൊന്നും പാടെ പറയണം. അതെ, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എങ്ങനെ എന്താണ് ഓർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാന്നില്ലേ? ഇനിയിപ്പോ കമന്റ് ബോക്സിൽ ഇല്ലാന്ന് പറയുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ അതിനെ കൊറിയർ അയച്ചു തരുന്ന ഫുൾ ചെലവില്ലേ? ഫുൾ ചെലവ്, കൊറിയറിന്റെ പൈസ എല്ലാം ഫുൾ ചെലവ്. ഇഷ്ടംപോലെ ഉണ്ട്. വിഷമിക്കണ്ട. അതെ, കാണാൻ ഒരു കടുകോണി ഒരു സാധനം ആക്കിയത്, ചെറുതാക്കിയത്. പക്ഷെ കാണാൻ രസാണ്, പക്ഷെ ശല്യം വലുതല്ലേ. കോട്ടെരുമല്ലേ? കോട്ടി എരുമ, എരുമ താരത്തിട്ട് എരുമ കറുത്തിട്ടില്ലെങ്കിൽ എരുമട്ട് കോട്ട് എരുമ എരുമന്നൊക്കെ തന്നെയല്ലേ പറയല്. അങ്ങനെ ഈ ഷാളുമക്കളൊക്കെ എരുമാളാണ്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അവസാനിപ്പിച്ചല്ലേ? പിന്നെ നുള്ളി പൊറുക്കാം. അപ്പൊ നീ പറഞ്ഞോളി, നമ്മളെ ആൾക്കാരോട് പറഞ്ഞോളി എന്താ നമുക്ക് പറയാല്ലേ? എന്തും പറഞ്ഞോ, എന്തും പറഞ്ഞോ. ബൈ. അപ്പൊ നമ്മള് വെക്കല്ലേ? അതെ, ഇനി ഞങ്ങളെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷർട്ടും പാന്റൊക്കെ കണ്ട് ഊരിയിട്ട് അത് കൊടയ്യ കേറിയിരിക്കാം. ഫോണ് ലൈറ്റ് കൂടെ വരും. അതാണ് ഉമ്മമാക്ക് പിന്നെ സ്വിച്ചിന്റെ ഫോണായിട്ട് ഫോൺ ഉപയോഗിക്കാല്ല. ഇനിയിപ്പോ നേരെ ഉമ്മമാക്ക് കടന്നുറക്കാം. നമുക്ക് ഇനി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഇതിപ്പോ ഒരു വട്ടം കൊണ്ട് കളഞ്ഞാണ് കേട്ടോ, പിന്നെയും കണ്ടുപോകുന്നു കുറച്ചൊക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഗൈസ് കൈ നനക്കാൻ വെച്ചിട്ട് നല്ല വേനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ ബൈ. ഓക്കെ ബൈ ഗൈസ്. ഓക്കെ.